ഹലോ നമസ്കാരം. കറി സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മയോണീസ് ബ്രെഡിൻ്റെയും കുബൂസിൻ്റെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ വീട്ടിൽ ജാമൊന്നും ഇല്ലാത്തൊരു സമയമാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മയോണീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മയോണീസ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ. അപ്പം അതിനായിട്ട് ഒരു മുട്ട, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഉപ്പ് പാകത്തിന്. ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ വെള്ളം മാത്രം മതി. അത് ഇതുപോലെ ഒരു ഹോളുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായി വേർപെടുത്തി എടുക്കാൻ പറ്റും. ഇതേപോലെ വേർപെടുത്തി എടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാനിന്ന് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾക്ക് അതിനകത്തേക്ക് ഈ വെളുത്തുള്ളി അരിഞ്ഞതും മുട്ടയുടെ വെള്ളയും കുറച്ച് ഉപ്പ്, ടേസ്റ്റിനായിട്ട് കുറച്ച് ഉപ്പ് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ഒലിവ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലേവേഡ് ആയിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്നും വേണ്ട. ഇപ്പം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ എണ്ണ ചേർത്താൽ വീണ്ടും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ എണ്ണ ചേർക്കുന്നതനുസരിച്ച് മയോണീസ് കട്ടിയായിട്ട് വരും. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇപ്പോഴും കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗറിന് പകരം നമുക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചോ ഉണ്ടാക്കാം. അപ്പോൾ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരുന്നോളൂ. അതൊരു പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഇപ്പം ഇത്തിരി ലൂസായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ എണ്ണ ചേർത്ത് അടിച്ചെടുക്കാം. ഈ വെളുത്തുള്ളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയോ അല്ലെങ്കിൽ പുതിനയിലയോ ചേർത്തും ഉണ്ടാക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അനുസരിച്ച് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇപ്പം നമ്മുടെ മയോണീസ് കട്ടിയായി വന്നിട്ടുണ്ട്. മയോണീസ് റെഡിയായി. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റണം. ഈ മയോണീസ് ബ്രെഡിൻ്റെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വിധം ഞാനെൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് നോക്കണം. അപ്പം മയോണീസ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം.